ഉറങ്ങാനും സമ്മതിക്കില്ലല്ലോ ഈശ്വര. അടിയിലെങ്ങനെ പോയി കിടക്കാം. അമ്മേ, ഫ്ലൈറ്റും പിടിച്ച് വന്നേക്കാണ് ബാക്കിയുള്ളവർ ഉറക്കം കളയാൻ. എന്താടാ വിനോദല്ലേ? വിനോദ് നമ്മളെവിടെയാ പറഞ്ഞു നിർത്തിയേ? നമ്മളൊന്നും പറഞ്ഞില്ലല്ലോ. നീ ഇവിടെ കിടന്ന് കൂർക്കം വിളിച്ച് ഉറങ്ങല്ലായിരുന്നാ? എടാ എടാ വിനോദ, പ്രതിസന്ധി വരുമ്പോ നമ്മളിങ്ങനെ ഓടി ഒളിച്ചിട്ട് ഒരു കാര്യമില്ല. അങ്ങനെ ഒളിച്ചോടാൻ തുടങ്ങിയാൽ നമ്മൾ ജീവിതകാലം മുഴുവൻ ഒളിച്ചോടിക്കൊണ്ടേയിരിക്കും. നീ വെറും നിസ്സാരമായിട്ടുള്ള എന്റെ കൂർക്കമ്പലി പിടിച്ച് തൊട്ടപ്പുറത്തെ റൂമിൽ പോയി കിടന്നാൽ നീ കിടന്ന് ഉറങ്ങുമായിരിക്കും. പക്ഷെ എന്റെ കൂർക്കമ്പലി മാറൂല. ഓഹോ, നീ അപ്പൊ ഈ അടുത്തെങ്കിലും വീട്ടിൽ പോകാൻ ഉദ്ദേശിച്ചിട്ടില്ലല്ലേ വൈശാഖ? അതാണോ ഇവിടുത്തെ പ്രശ്നം? അതല്ലേ. അതല്ല. പിന്നെ എടാ, നിനക്കുണ്ടായ അപമാനം നിനക്ക് മാത്രമാണോ? പിന്നെ നമ്മുടെ തൈവളപ്പി കുടുംബത്തിലുള്ള എല്ലാവർക്കും ആയില്ലേ? മോശമായി പോയി, ഭയങ്കര മോശമായി പോയി. അതിനിപ്പോ ഞാൻ എന്ത് ചെയ്യണം? പ്രതികരിക്കണം. പ്രതികരിക്കാനോ? എടാ, പ്രതികരിക്കാത്തവൻ എന്തിനു കൊള്ളാം? തെക്കേ പറമ്പിലെ തൂണിന് പോലും കൊള്ളൂല. ഏത് തൂണ്? നിന്റെ അച്ഛന്റെ തൂണ്. എടാ, പ്രതികരിക്കാന്നുള്ളത് നമ്മുടെ മൗലിക അവകാശം. അതാണ്. അതുകൊണ്ട് നീ പോരാടണം. ഞാൻ ഉണ്ട് നിന്റെ കൂടെ എപ്പോഴും, എന്തിനും എന്തിനെങ്കിലും. നീ ഉറങ്ങിയാലും ഞാൻ ഉണർന്നിരിക്കും. നീ ഉറങ്ങിയാലും ഞാൻ ഉണർന്നിരിക്കും. എനിക്ക് വേണ്ടി, നിനക്ക് വേണ്ടി. നീ അത് മറക്കരുത് വൈശാഖ. നീ പറഞ്ഞതിലും കാര്യമുണ്ട്. തുടങ്ങി. ഹലോ, ഭീമന്റെ ഗോവാനല്ലേ? നിന്റെ അച്ഛൻ ചേട്ടാ, ഈ കിഴക്കേക്കോട്ടെ തിരുവനന്തപുരത്തുള്ള എല്ലാ ആർട്ടിസ്റ്റുകളുടെ ഫോട്ടോയും വെച്ചിട്ടുണ്ടല്ലോ. ലാലേട്ടൻ, പൃഥ്വിരാജ്, എല്ലാവരും ഉണ്ടല്ലോ. അതിനിപ്പോ ഞാനെന്താ വേണം? ചേട്ടന്റെ ഫോട്ടോ അല്ല, അതിനെതിരെ പ്രതികരിക്കണ്ടേ നമുക്ക്? അച്ഛന് പോടാ മൈഗ്രൈനോട്. ഓരോരുത്തന്മാരെ ഏറെ കയറ്റാൻ വന്നിരിക്കുക. അല്ലെങ്കിൽ തന്നെ അതിന് ഏറില്ല കോപ്പന്മാര്. ഞങ്ങൾ കുറച്ച് ദിവസം മുമ്പ് ഇവിടെ വന്ന് ഭക്ഷണം കഴിച്ച ഓർമ്മയുണ്ട് സാറിന്? അങ്ങനെ ഒരുപാട് പേരിങ്ങനെ വരുന്നതാണ്. എല്ലാരും ഓർത്തിരിക്കാൻ പറ്റുമോ? ബാലൻസ് എന്തെങ്കിലും തരണ്ടോ? ബാലൻസ് ഒന്നുമില്ല. ഇവിടുന്ന് ഫുഡ് കഴിച്ച കുറച്ച് ആളുകൾക്ക് ഫുഡ് പോയിസൺ പിടിപെട്ടു. എല്ലാവർക്കും വയറ്റിളക്കം വരുന്നു. ഓ, ആ റൂട്ടാണല്ലേ. ചില ആൾക്കാർക്ക് കുടലിന് ബലം കാണത്തില്ല. പിന്നെ വാരി വലിച്ച് വെട്ടുമ്പോ ഓർക്കണം, വല്ല ഗ്യാസ് ഡോക്ടറെ കണ്ടാ മതി. ആരെ കണ്ടാന്നൊക്കെ ഞങ്ങൾ തീരുമാനിച്ചോളാം. ഒരു വാണിംഗ് തരാൻ വന്നു. ഓ, അതിനുള്ള കപ്പാസിറ്റി ഒക്കെ നിനക്കൊക്കെ ഉണ്ടോടാ? വൈശാഖ, ഇവിടെയുള്ള ആൾക്കാരത്ത് പറയട്ടെ, ഇവിടുന്ന് ഫുഡ് കഴിച്ച വയറിലാവും പറയട്ടെ. ഒന്ന് പോടാ. നിനക്ക് എന്താ പറ്റിയത്? നീ ഇങ്ങനൊന്നും ആയിരുന്നില്ലല്ലോ. ഇങ്ങനെ അല്ലായിരുന്നു. എന്നാരെ എങ്ങനെ ആക്കിയത്? ഞാൻ നേരെ ഫുഡ് സേഫ്റ്റി ഓഫീസിലേക്കാണ്. വരാൻ താല്പര്യമുള്ളവർക്ക് വരാം.